അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. ഏറെ ആദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, അഖില ലോകത്തിൻ്റെയും അധിപനായ സർവജ്ഞനും സർവാധിപതിയും സർവ്വലോകത്തിൻ്റെ സംരക്ഷകനും കൂടിയായിട്ടുള്ള പടച്ചോമ്പുരാൻ്റെ മുൻ നിശ്ചയമനുസരിച്ച് ഹിജറ 1447 അഥവാ 2026 വിശുദ്ധമായ റമളാൻ ഷരീഫ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ പരിശുദ്ധ റമളാനിൻ്റെ ചന്ദ്രമാസ പിറവി ദൃശ്യമായതോടുകൂടി കോടിക്കണക്കിന് മുസ്ലിം വിശ്വാസികൾ ആത്മീയ സുഗന്ധം പരത്തിയെത്തിയ വിശുദ്ധമായ റമളാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റ് 11 മാസങ്ങൾക്കില്ലാത്ത ഒട്ടനവധി സവിശേഷതകളാണ് വിശുദ്ധ റമളാനിന് പടച്ചോമ്പുരാൻ നൽകി ആദരിച്ചിട്ടുള്ളത്. റമളാനിന് ഇത്രയും മഹത്വം കൈവരാനുള്ള ആദ്യത്തെ കാരണം സവിശേഷമായ 4ാമത്തെ ദൈവീക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ്. അതിനോടൊപ്പം ഹസ്രത്ത് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതീർണമായ തൗറാത്തും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതീർണമായ സബൂറും ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതീർണമായ ഇഞ്ചീൽ എന്ന വേദഗ്രന്ഥവും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രമുഖരായ പ്രവാചക ദൂതന്മാർക്കെല്ലാം അവതീർണമായ ഏടുകളും പടച്ചോമ്പുരാൻ കൈമാറിയത്, അവതരിപ്പിച്ചത് വിശുദ്ധ റമളാനിലാണ്. ഖുർആൻ മാനവകുലത്തിൻ്റെ വഴികാട്ടിയ സന്മാർഗത്തിൻ്റെ കേന്ദ്രബിന്ദുവ. അതിൽ 6666 സൂക്തങ്ങളാണ് ഉള്ളത്, 114 അധ്യായങ്ങളാണ് ഉള്ളത്. മാനവ സമൂഹത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള അഖില മേഖലകളും വിശദീകരിക്കുന്ന ഖുർആൻ. ആ ഖുർആനിൻ്റെ അവതരണത്തിന് പടച്ചോമ്പുരാൻ തിരഞ്ഞെടുത്ത മാസമാണ് പരിശുദ്ധമായ റമളാൻ. അടിമകളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസം, അടിമകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മാസം, സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്ന മാസം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നിർബന്ധമായ ഒരു അനുഷ്ഠാനകർമ്മം നിർവഹിച്ചാൽ 70 നിർബന്ധമായ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന പ്രതിഫലം രേഖപ്പെടുത്തുന്ന മാസമാണ്. ഒരു ഐച്ഛിക കർമ്മത്തിന്, ഒരു സുന്നത്തായ കർമ്മത്തിന്, ഒരു നിർബന്ധമായ കർമ്മത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും മാസമാണ് പരിശുദ്ധമായ റമളാൻ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ ഉദ്യാനത്തിലേക്കുള്ള വഴികൾ സുഖകരമാകുന്ന മാസം, സ്വർഗം അലങ്കരിക്കുന്ന മാസം, നരകത്തിൻ്റെ കവാടങ്ങൾ അടയ്ക്കുന്ന മാസം. മാത്രമല്ല, അടിമയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രാർത്ഥനയ്ക്ക് പടച്ചുതമ്പുരാൻ ക്ഷണം ഉത്തരം നൽകുന്ന മാസം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇബാദത്തിൽ മത്സരിക്കുന്ന, സൽക്കർമ്മങ്ങളിൽ പുണ്യങ്ങളിൽ മത്സരിക്കുന്ന മാസം കൂടിയാണ് പരിശുദ്ധമായ റമളാൻ. ദുർബോധനം നടത്തി തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പിശാചുക്കളെ പടച്ചുതമ്പുരാൻ ബന്ധിക്കുന്ന മാസം കൂടിയാണ് ഈ ശ്രേഷ്ഠമായ മാസം. ഇതിൻ്റെ രാപകലുകൾ വളരെ അമൂല്യമാണ്. വിശ്വാസികൾ വ്രതമനുഷ്ഠിച്ചും ഖുർആൻ പാരായണം നിർവഹിച്ചും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ഗുണകരമായ പഠനങ്ങളിലും ഗുണകരമായ മറ്റു കാര്യങ്ങളിലും ഏർപ്പെട്ട് അവരുടെ വിലമതിക്കാനാകാത്ത സമയം, അമൂല്യമായ സമയം സൽക്കർമ്മങ്ങളിലായി കഴിച്ചുകൂട്ടുന്ന അസുലഭമായ നിമിഷമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ജനകോടികൾക്ക് ഉടയതമ്പുരാൻ നരകമോചനം നൽകുന്ന മാസം, അവൻ്റെ കാരുണ്യത്തിൻ്റെ, കൃപയുടെ, അലിവിൻ്റെ, അവൻ്റെ ഔദാര്യത്തിൻ്റെ വദായനങ്ങൾ, വാതിലുകൾ അടിമകൾക്ക് വേണ്ടി മലർക്കെ തുറന്നു കൊടുക്കുന്ന മാസമാണ് വിശുദ്ധമായ റമളാൻ. പടച്ചവൻ്റെ മുമ്പിൽ ഒരടിമ ഒന്ന് കുമ്പിട്ടാൽ
ഒന്ന് സുജൂദ് ചെയ്താൽ ഒരു സുജൂദിന് 1500 പ്രതിഫലം പുണ്യം രേഖപ്പെടുത്തുന്ന മാസം. അതുകൊണ്ടാണ് ആദരവായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൗ യഅലമു ഉമ്മത്തി മാഫി റമളാൻ, ഈ റമളാനിൻ്റെ സവിശേഷതയെക്കുറിച്ച്, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ മേന്മയെക്കുറിച്ച് എൻ്റെ സമുദായത്തിലെ സഹോദരങ്ങൾ വേണ്ടവണ്ണം അറിഞ്ഞിരുന്നുവെങ്കിൽ, മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഈ മാസം എന്നല്ല ഈ വർഷം മുഴുവനും റമളാനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് അവിടുന്ന് നിർദ്ദേശിക്കാനുള്ള കാരണം. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മൗനത്തിന് തസ്ബീഹിൻ്റെ പ്രതിഫലമാണ്, അയാളുടെ ഉറക്കത്തിന് ആരാധനയുടെ പ്രതിഫലമാണ്. അപ്പോൾ ആരാധന നിർവഹിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രമാത്രമായിരിക്കും എന്ന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് ഈ മാസത്തെ വിശേഷിപ്പിക്കാനുള്ള കാരണം. ചുരുക്കത്തിൽ ആത്മീയ ഔന്നിത്യത്തിൻ്റെയും ആത്മീയ അനുഭൂതിയുടെയും വിലമതിക്കാനാകാത്ത 1000 സ്മരണകൾ പുതുക്കാൻ വേണ്ടിയിട്ട് സത്യവിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിഥിയാണ് പരിശുദ്ധമായ റമളാൻ. ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് ഖുർആനിൻ്റെ പാരായണം സാർവത്രികമാക്കി പടച്ചവന് വേണ്ടിയിട്ട് വ്രതമനുഷ്ഠിച്ച് ജീവിതം പടച്ചതമ്പുരാൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഗുണകരമായ കാര്യങ്ങളിലും വിനിയോഗിക്കുക എന്നതാണ് അടിമകൾ എന്ന നിലയ്ക്ക് നമ്മളുടെ കടമയും കർത്തവ്യവും. അസ്സലാമു അലൈക്കും.